രാഹുൽ കോടതി കയറി ഇറങ്ങി സമയം കളയണ്ട. ബിജെപിയെ ഞെട്ടിച്ചുകൊണ്ടാണ് അവർ നൽകിയ പരാതിയിൽ കോടതിയിൽ നിന്നും രാഹുലിന് ആശ്വാസമായ ഇടപെടൽ ഉണ്ടാവുന്നത്. രാഹുൽ എന്ത് തന്നെ ചെയ്താലും അതൊക്കെ കേസാക്കി മാറ്റുന്ന പതിവ് പല്ലവി തുടർന്ന ബിജെപി ഒരിക്കലും ഇത്തരമൊരു തിരിച്ചടി കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ചതേ അല്ല. കോടതിയെ പേടിച്ച് കോടതിയെ മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ അർദ്ധരാത്രിയിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കൂട്ടർ കൂടിയാണ് ബിജെപി. അതാണ് നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിലും കണ്ടത്. 48 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ നിന്നും നിർണായകമായ വിധി പുറപ്പെടുവിക്കാനിരിക്കെയാണ് അർദ്ധരാത്രിയിൽ മോദി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചത്. എന്നാലോ രാഹുലിനെ കോടതിയിൽ കയറ്റി പാർലമെന്റിന് പുറത്താക്കുക എന്നാണ് ബിജെപിയുടെ പതിവ് പല്ലവി. അതിന് നടക്കില്ല എന്ന് തന്നെയാണ് കോടതി തുറന്നു പറച്ചിൽ നടത്തിക്കൊണ്ട് രാഹുലിനെ സ്വൈര വിഹാരത്തിന് വിട്ടിരിക്കുന്നത്. സവർക്കറിന്റെ മാനനഷ്ട കേസ്. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്ക് ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഇളവാണ് പൂനെ കോടതി അനുവദിച്ചത്. സവർക്കർ മാനനഷ്ട കേസ് ഹിന്ദു പ്രത്യയശാസ്ത്രജ്ഞൻ വിനായക് ദാമോദർ സവർക്കറുടെ അനന്തരവൻ സത്യകി സവർക്കർ സമർപ്പിച്ച ക്രിമിനൽ മാനനഷ്ട കേസിൽ പൂനെയിലെ പ്രത്യേക കോടതി രാഹുൽ ഗാന്ധിക്ക് ജാമ്യവും അനുവദിച്ചിരുന്നു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രജ്ഞൻ വിനായക് ദാമോദർ സവർക്കറുടെ അനന്തരവനായ സത്യകി സവർക്കർ സമർപ്പിച്ച മാനനഷ്ട കേസിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ ഹാജരാക്കുന്നതിൽ നിന്നാണ് സ്ഥിരമായ ഇളവ് പൂനെയിലെ പ്രത്യേക കോടതി ചൊവ്വാഴ്ച അനുവദിച്ചത്. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മിലിന്ദ് പവാർ കഴിഞ്ഞ മാസം കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് സ്ഥിരമായ ഇളവ് ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു. MP MLA എന്നിവരുടെ പ്രത്യേക കോടതിയുടെ അധ്യക്ഷനായ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് അമോൽ ഷിൻഡെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലാണ് പ്രതിക്ക് അഥവാ രാഹുൽ ഗാന്ധിക്ക് നിരവധി മീറ്റിംഗുകളിൽ പങ്കെടുക്കാനുണ്ടെന്ന് തന്റെ ഉത്തരവിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ Z+ സുരക്ഷാ പദവി, സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള ചെലവുകൾ, ഹാജരാക്കുമ്പോഴുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി കേസ് വാദം കേൾക്കൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് സ്ഥിരമായ ഇളവ് അനുവദിച്ചു. ഇതിനു മുമ്പ് പൂനെ കോടതി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യവും അനുവദിച്ചത്. ജനുവരി 1 പൂനെയിലെ പ്രത്യേക കോടതി ഒരു ക്രിമിനൽ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവിന് ജാമ്യം അനുവദിച്ചു എന്നതായിരുന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരായ ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന് MP MLA കോടതി 25,000 രൂപ ജാമ്യ ബോണ്ടിംഗ് ആയി അനുവദിക്കുകയും ചെയ്തു. 2023 മാർച്ചിൽ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഗാന്ധിജി അന്തരിച്ച സ്വതന്ത്ര സമര സേനാനിയെക്കുറിച്ച് ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി എന്ന ആരോപണത്തിൽ നിന്നായിരുന്നു കേസുണ്ടായത്.